പച്ചക്കള്ളം പറയാൻ നാണമില്ല അനിൽകുമാറെ? പച്ചക്കള്ളം നാട്ടിൽ വന്ന് പറയാൻ നാണമില്ലേ? PWD ടെൻഡർ ചെയ്തോ? PWD ആണോ ടെൻഡർ ചെയ്ത്? ആ SPVയിൽ ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മരുമോൻ അവിടെ കസേരയിട്ടിരിക്കാൻ പോലും യോഗ്യനല്ല. അങ്ങനെ സ്മാർട്ട് സിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് നടത്തിയ പ്രോജക്റ്റ് അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ മരുമോൻ അവിടെ ചെന്നിരിക്കുന്ന അമ്മായിയപ്പന്റെ ബലത്തിലല്ലേ? അമ്മായിയപ്പന്റെ ബലത്തിൽ പോയി ഇരിക്കുകയല്ലേ? അത് ചോദ്യം ചെയ്യാൻ നട്ടലിന് അല്പമെങ്കിലും വാഴപ്പിണ്ടിയുടെ ബലമുള്ള ഒരാൾ പോലും നിങ്ങളുടെ പാർട്ടിയില്ലാത്തൊരു പോയി പരിതപിക്ക്. നാട്ടുകാരുടെ രംഗത്തോടല്ല ഇത് കയറേണ്ടത്, മനസ്സിലായില്ലേ? അല്ലാണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. പിന്നെ നോക്കൂ, ഇതിനകത്ത് ഇവിടെ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു, മുഹമ്മദ് റിയാസിന്റെ ഒരു പ്രസ്താവനയാണ് 19-ാം തീയതി, ഒരു വർഷത്തിനുള്ളിൽ ഈ ഞങ്ങൾ ജനുവരി ഇതിനു മുമ്പ് ഞങ്ങൾ ഈ ദേശീയപാത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പൂർത്തിയാക്കും. ഈ അനിൽകുമാറോട് പറഞ്ഞത് കല്ലും മണ്ണും എത്തിച്ചു കൊടുക്കുന്ന പണി മാത്രമല്ലേ? കല്ലും മണ്ണും എത്തിച്ചു കൊടുക്കുന്ന ലോറിക്കാരൻ ഇത് പൂർത്തിയാക്കുമെന്ന് പറയാൻ നടക്കുന്ന എന്തിനാ? അതും അവലോക യോഗത്തിന് ശേഷമല്ലോ. ടൂറിസത്തിന്റെ ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് മുഹമ്മദ് റിയാസ് പറയാണ് 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? കണ്ടവന്റെ ഗർഭം അച്ഛനാവൻ നോക്കിയതാണോ അവിടെ പോയി അത് പറഞ്ഞത്? ആണോ? നോക്കൂ, പിന്നെ റീൽസിടാം. അങ്ങ് റീൽസിടാൻ ആ തൃശ്ശൂർ ചെമ്പൂക്കാവ് സ്കൂൾ കെട്ടിടത്തിലേക്ക് പോകണം. കിഫ്ബി പണിതതിനെ കുറിച്ച് പറഞ്ഞല്ലോ. കിഫ്ബി പണിതെടുത്തിട്ട് ഞങ്ങൾ റീൽസിടും എന്ന് പറഞ്ഞല്ലോ. സ്കൂൾ കെട്ടിടങ്ങൾ പണിതതിനെ കുറിച്ച് പറഞ്ഞല്ലോ. 3,75,00,000 രൂപ മുടക്കി തൃശ്ശൂർ ചെമ്പൂക്കാവ് ഉണ്ടാക്കിയ കെട്ടിടത്തിന് എന്ത് സംഭവിച്ചു? മരുമോനോട് അവിടെ പോയി റീൽസ് ഇടാൻ പറ, ഒന്ന് പോയിട്ട്. എന്നിട്ട് ആ കൂളിമാട് പാലത്തിലേക്ക് അത് കഴിയുമ്പോൾ പോയി റീൽസ് ഇടട്ടെ. അവിടെ എങ്ങനെയാ അത് തകർന്നു വീണത്? എങ്ങനെ തകർന്നു വീണു? ഈ നടക്കുന്ന നാഷണൽ ഹൈവേയിലെ പണി മുഴുവൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തട്ടിപ്പാണ്. പറവൂർ മൂത്തകുന്നത്ത് അവിടെ പണിയുന്നുണ്ട്. അവിടുത്തെ പില്ലറിൽ നിന്ന് കമ്പി പുറത്തേക്ക് വന്ന് നിൽക്കുകയാണ്. കമ്പി പുറത്തേക്ക് വന്ന് നിൽക്കുന്ന കാര്യം അവിടുത്തെ നാട്ടുകാരും പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് ഉൾപ്പെടെ അവരെ അറിയിച്ചപ്പോൾ കൊണ്ടുവന്ന് കുറച്ച് സിമെന്റ് പൊത്തി അത് തുരുമ്പിച്ച കമ്പി ഇന്നകത്ത് വെച്ചിരിക്കുകയാണ്. എന്ത് സംഭവിക്കും? എന്താ സംഭവം? അവിടെ ഗാമൺ ഇന്ത്യ പണിത പാലമുണ്ട്. ആ ഗാമൺ ഇന്ത്യയുടെ പില്ലർ പോയെന്ന് പരിശോധിക്കാൻ പറ. ശരി, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഒരു മേൽപ്പാലം അടച്ചിട്ടിട്ട് എത്ര വർഷമായി? അങ്ങോട്ട് പോകുന്നില്ല.